സ്വാഗതം. സകലമാന കേരളത്തിലേക്ക് പ്രധാന വാർത്തകൾ. ലക്ഷങ്ങൾ മുടക്കി ഫ്ളാറ്റ് വാങ്ങിയവർ മൂക്കുപൊത്തി കഴിയേണ്ട അവസ്ഥ. സ്യൂവേജ് ടാങ്കിലെ മലിനജലത്തിൽ പൊറുതിമുട്ടി കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റ് നിവാസികൾ. ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. പുലിപ്പേടി മാറാതെ തിരൂർ. കൂട്ടായിലെ വീട്ടിൽ ആടിനെ കടിച്ചുകൊന്നത് പുലി തന്നെയെന്ന് സംശയം. വനം വകുപ്പ് നടപടി തുടരുമ്പോഴും പുലി വിലസുന്നത് നാട്ടുകാരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നു. വനനിയമ ഭേദഗതി ബിൽ കരട് മാത്രമെന്നും ആശങ്ക വേണ്ടെന്നും വനം മന്ത്രി. ജനങ്ങളുടെ ന്യായമായ ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുമെന്നും AK ശശീന്ദ്രൻ ന്യൂസ് 18നോട്. കോടികൾ ഒഴുക്കിയിട്ടും എവിടെയും എത്താതെ ശബരി റെയിൽ. 1/4 നൂറ്റാണ്ടായിട്ടും പദ്ധതി പൂർത്തിയാകാത്ത നിരാശയിൽ ജനങ്ങൾ. പാതി വഴി പോലും എത്താതെ നിലച്ചത് എറണാകുളം ഇടുക്കി ജില്ലകളുടെ വികസന ഭൂപടം മാറ്റിമറിക്കുമായിരുന്ന പദ്ധതി. വിശദമായി നോക്കാം. സ്യൂവേജ് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മലിനജലത്താൽ പൊറുതിമുട്ടി കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റ് നിവാസികൾ. ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഫ്ളാറ്റിലെ 100-ലധികം വരുന്ന കുടുംബങ്ങൾ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഫ്ളാറ്റ് നിവാസികളുടെ തീരുമാനം. വൈറ്റില കണിയാമ്പുഴ മിസ്റ്റിക് ഹൈറ്റ് ഫ്ളാറ്റ് നിവാസികളുടെ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഫ്ളാറ്റ് നിർമ്മിച്ച ശ്വാസ് ഹോംസ് ബിൽഡേഴ്സ് ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശവും നിയമപരമായ മറ്റ് രേഖകളും അസോസിയേഷന് ഇതുവരെയും കൈമാറിയിട്ടില്ല. മലിനജലം നിറഞ്ഞപ്പോൾ ഒരിക്കൽ മാത്രമാണ് സീവേജ് ടാങ്ക് വൃത്തിയാക്കിയത്. എന്നാൽ ഈ മലിനജലം ഒഴുക്കിക്കളഞ്ഞതാകട്ടെ തൊട്ടടുത്ത തോട്ടിലേക്ക്. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പമ്പിംഗ് നിർത്തിവെച്ചു. ബലമോ ഈ കാണുന്നത്. വൈകുന്നേരമായാൽ ഫ്ളാറ്റ് നിവാസികൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 2011 മുതൽ ഫ്ളാറ്റ് അസോസിയേഷൻ നിർമ്മാണ കമ്പനിക്കെതിരെ നടത്തുന്ന നിയമ പോരാട്ടം തുടരുകയാണ്. അതിനിടെ അശാസ്ത്രീയമായ സീവേജ് നിർമ്മാണത്തിന് മുനിസിപ്പാലിറ്റി കമ്പനി നിർമ്മാതാവിന് 1 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. കമ്പനിയാകട്ടെ ഇത് കണ്ടില്ലെന്ന മട്ടാണ്. തോട്ടിലുണ്ടായിരുന്നപ്പോൾ ഒഴുക്കുണ്ടായിരുന്നു, വെള്ളത്തിന് ഒഴുക്കുണ്ടായിരുന്നു, അത് ഒഴുകി പോകുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒഴുകാതെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിന്ന് ഈ സാധനം ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. ഗ്രൗണ്ടിൽ വലിഞ്ഞു പോകുന്നതുകൊണ്ട് രണ്ടു കൂട്ടരും ഇപ്പോൾ ഫേസ് 2-ലാണെങ്കിലും ഫേസ് 1-ലാണെങ്കിലും ഞങ്ങൾ ബോർവെല്ലിനെ ആശ്രയിച്ച് ആണ് നമ്മുടെ വെള്ളം ഇത് ചെയ്യുന്നത്. എല്ലാത്തിലും ഈ കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും. ഇപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യമായിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ അവർ സേഫ്റ്റി. ആദ്യത്തെ ഫ്ളാറ്റിന് പുറമെ ഈ ഭാഗത്ത് മറ്റൊരു ഫ്ളാറ്റ് കൂടി നിർമ്മിച്ചു. എന്നാൽ ഇതിൽ നിയമവിരുദ്ധമായ നടപടികൾ നടത്തിയെന്നാണ് ഫ്ളാറ്റ് നിവാസികളുടെ ആരോപണം. 2 ഫ്ളാറ്റുകൾക്കും കൂടി പൊതുവായ സ്യൂവേജ് ടാങ്കാണ് നിർമ്മിച്ചത്. ഇതോടെ ടാങ്ക് നിറഞ്ഞു കവിയാൻ തുടങ്ങി. പലതവണ പരാതി പറഞ്ഞിട്ടും കമ്പനി ഉടമ ഭീഷണിപ്പെടുത്തിയെന്നും ഫ്ളാറ്റ് നിവാസികൾ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം തിരൂർ കൂട്ടായിൽ ജനവാസ മേഖലയിൽ പുലിയെന്ന് സംശയം. വളർത്തുമൃഗത്തെ പുലി കടിച്ചുകൊന്നതായി പരാതി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. തിരൂർ കൂട്ടായിലാണ് ആടിനെ പുലി കടിച്ചു കൊന്നതായി പരാതിയുള്ളത്. ചെറിയകത്ത് കബീറിന്റെ വീട്ടിലെ ആടിനെയാണ് രാവിലെ കൂട് തുറന്നു നോക്കിയപ്പോൾ കൊന്നിട്ട നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പുലിയാണെന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു ഉദ്യോഗസ്ഥർ. പ്രത്യേകതരം സജ്ജീകരണങ്ങളുള്ള കൂട്ടിൽ നിരവധി വളർത്തുമൃഗങ്ങളാണ് കബീറിനുള്ളത്. ഞാൻ സാധാരണ ഒരു 6-6:30ക്കാണ് കൂട് തുറക്കുക. ഇന്ന് നേരം വൈകിട്ടാണ് കൂട് തുറന്നത്. കൂട് തുറന്ന് ആ ഡോർ തുറന്നിട്ട് വന്നപ്പോൾ തന്നെ ഇത് ഈ കോലത്തിലാണ് കാണുന്നത്. ഈ രീതിയിലാണ് ഇത് കാണുന്നത്. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് വെക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും ആടിനെ കൊന്നതായി കണ്ടെത്തിയത്. ഇതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ന്യൂസ് 18 തിരൂർ. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. തുടർച്ചയായ 15-ാം ദിവസമാണ് മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പകൽ സമയത്തും ആന ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നുണ്ട്. ഏറെ നേരമെടുത്താണ് നാട്ടുകാർ ആനയെ തുരത്തിയത്. വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു.
വനനിയമ ഭേദഗതി ബിൽ കരട് മാത്രമെന്നും ആശങ്ക വേണ്ടെന്നും വനം മന്ത്രി A.K. ശശീന്ദ്രൻ. ജനങ്ങളുടെ ന്യായമായ ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. സർക്കാർ ഏത് നിയമനിർമ്മാണമായി മുന്നോട്ട് പോകുമ്പോഴും ജനങ്ങളുടെ ഉത്കണ്ഠകൾ പരിശോധിച്ച് അത് ന്യായമായ ഉത്കണ്ഠയാണെങ്കിൽ അതിന് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുക. ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഈ ഭേദഗതി ബില്ലിൽ ആവശ്യമായ മാറ്റങ്ങൾ നിയമപരമായ രീതിയിൽ ഉന്നയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി ആരുമായും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. മിൽമ മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനം ഈ മാസം 24-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് മിൽമയുടെ മൂർക്കനാട്ടേത്. 131.3 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയ ഇവിടെ 10 മെട്രിക് ടൺ ഉൽപാദന ശേഷിയാണ് ഉള്ളത്. കോവിഡ് കാലത്ത് പാൽ അധികം വന്നപ്പോൾ പാൽപ്പൊടിയാക്കാൻ തമിഴ്നാട് വിസമ്മതിച്ചത് മിൽമയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെ ആവശ്യകത ബോധ്യപ്പെട്ട സാഹചര്യമായിരുന്നു അത്. ഇന്നിപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അത്യാധുനിക സാങ്കേതിക വിദ്യയോട് കൂടിയ പാൽപ്പൊടി ഫാക്ടറിയാണ് മൂർക്കനാട് യാഥാർത്ഥ്യമാകുന്നത്. പ്രതിദിനം 1 ലക്ഷം ലിറ്റർ പാൽ പൊടിയാക്കി മാറ്റാനാകും. ഇതിനു പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കും. ക്ഷീരമേഖലയിൽ കേരളത്തിലെ സ്വകാര്യ പൊതു സഹകരണ രംഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണിത്. ലോകത്തിലെ പ്രമുഖരായ ടെട്രാപാക്ക് കമ്പനിയാണ് ഫാക്ടറിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 131.3 കോടി രൂപയിൽ 15 കോടി രൂപ സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ വിഹിതമാണ്. 32.72 കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്നും ബാക്കി മിൽമ മലബാർ മേഖലാ യൂണിറ്റിന്റെ വിഹിതവുമാണ്. ഇത് പാൽപ്പൊടി മാത്രമാക്കി സർപ്ലസ് മാനേജ് ചെയ്ത് പോയാൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഡയറി വൈറ്റ്നർ കൂടെ നമ്മൾ പലരും അറിയുമല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ചായയ്ക്ക് ഉപയോഗിക്കുന്ന ആ പൊടി, ആ ഡയറി വൈറ്റ്നർ കൂടെ നമുക്ക് ഉണ്ടാക്കുന്നതിന് പ്ലാന്റും ഇതിൻ്റെ ഭാഗമായി ചേർത്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ലക്ഷം ലിറ്റർ ഒരു ദിവസം പാല് പൊടിയാക്കാൻ പറ്റാവുന്ന കപ്പാസിറ്റിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 10 ടണ്ണ് നമുക്ക് പൊടിയാക്കാനായിട്ട് കഴിയും. മിൽമ മലപ്പുറം ഡയറിയുടെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെ ഉദ്ഘാടനം ഡിസംബർ 24 വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത്. മൂർക്കനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും. മിൽമ ഡയറി വൈറ്റ്നറിന്റെ വിപണനോദ്ഘാടനം മന്ത്രി KN ബാലഗോപാലൻ നിർവഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പദ്ധതികളുടെ തുടക്കകാലത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന K. രാജുവിനെ മന്ത്രി ബാലഗോപാലും അന്നത്തെ മിൽമ ചെയർമാനായിരുന്ന PT ഗോപാലകുറുപ്പിനെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആദരിക്കും. ന്യൂസ് 18 മലപ്പുറം. വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയുടെയും ഇടുക്കി അടക്കമുള്ള മലയോര മേഖലകളുടെയും വികസനത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് കരുതിയ പദ്ധതിയാണ് ശബരി റെയിൽപാത. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എറണാകുളം ജില്ലയിൽ നടത്തിയത്. 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന്റെ നിരാശയിലാണ് നാട്ടുകാർ. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമെല്ലാം നടന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലും ആ പരിസരത്തുമെല്ലാമാണ്. ഇപ്പോഴുള്ള കാലടി റെയിൽവേ സ്റ്റേഷൻ ഇതിനുവേണ്ടി പണിതീർത്തതാണ്. വളരെ നേരത്തെ തന്നെ പണിതീർക്കപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ട്രെയിൻ കടന്നു പോകുന്നതിന് വേണ്ടി പെരിയാറിന് കുറുകെ ഒരു പാലവും അങ്ങനെ തീർത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ശബരി പാതയിൽ ഉൾപ്പെടുന്ന കാലടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടം വരെ വർഷങ്ങൾക്ക് മുൻപേ പാത നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ മുന്നോട്ടു പോക്കിൽ ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. ഈ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ ഇത് പൂർത്തീകരിക്കാനുള്ള ഒരു ഇച്ഛാശക്തി സർക്കാരുകൾ കാണിച്ചാൽ അന്ന് നടന്നു പോകേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വലിച്ചു നീട്ടി സർക്കാരുകൾ മാറുന്നു, പദ്ധതികൾ മാറുന്നു, എഞ്ചിനീയർമാർ മാറുന്നു, മന്ത്രിമാർ മാറുന്നു, അപ്പോൾ തടസ്സങ്ങൾ വരുന്നു. ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് പോകാനുള്ള ഇച്ഛാശക്തി സർക്കാരിൽ കാണിച്ചില്ലെങ്കിൽ പൊതുജനത്തിന് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറാമെന്നല്ലാണ്ട് വേറെ ഗുണവും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. താമസിച്ചിരുന്ന വീടും സ്ഥലവും വിട്ടുകൊടുത്ത് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിൽ സങ്കടമുണ്ട് പലർക്കും. സങ്കടമാണ് വാസ്തവത്തിൽ. ഈ കാര്യം ഓർക്കുമ്പോൾ സങ്കടമാണ്. കാരണം നമ്മളെല്ലാം മാന്യമായിട്ട് ജീവിച്ചിരുന്ന ഒരു വീടും പറമ്പും നഷ്ടപ്പെടുത്തിയിട്ട് വേറെ എങ്ങോടെങ്കിലും നിങ്ങൾ പൊക്കോ, റീഹാബിലിറ്റേഷൻ ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ജീവിക്കാതിരിക്കുകയോ ചെയ്യാം. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഞങ്ങളായിട്ട് സഹകരിച്ച് പോയത് ഞങ്ങളുടെ തെറ്റ്. റെയിൽപാതയോട് ചേർന്നുള്ള സ്ഥലങ്ങൾ ക്രയവിക്രയം സാധ്യമല്ലാത്ത വിധം മരവിപ്പിച്ചിരിക്കുകയാണ്.
ഈ റെയിൽവേക്ക് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തവരുടെ സൈഡിൽ അല്പം സ്ഥലം എന്തെങ്കിലും കിടപ്പുണ്ടാവും, എന്തെങ്കിലും 5-10 സെൻറ്റ് എന്തെങ്കിലും കിടപ്പുണ്ടാവും. അതിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ റെയിൽവേക്കാരുടെ സാങ്ഷൻ വേണം, അല്ലെങ്കിൽ പഞ്ചായത്ത് സാങ്ഷൻ കൊടുക്കില്ല. ഈ റെയിൽവേക്കാരുടെ സാങ്ഷൻ കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് സാങ്ഷൻ മേടിക്കണം. അതിനുവേണ്ടി പോയി കഴിയുമ്പോൾ അവർ ഇത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നാണ് പറയണത്. ഈ റെയിൽവേയുടേതായ യാതൊരു സൗകര്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, സർവീസ് റോഡില്ല, യാതൊന്നുമില്ല. അതിൻ്റെ സൈഡിൽ ബാക്കി കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത്, വേറെ ആർക്കും ബാധ്യതയില്ലാത്ത ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ സാങ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്, സഹിച്ചുകൂടാത്ത അനീതിയാണ്. ട്രെയിൻ വരുമെന്ന പ്രതീക്ഷയിൽ പണിതിട്ട പാലത്തിന് മുകളിൽ കാറ്റുകൊള്ളാനും ഫോട്ടോയെടുക്കാനും വരുന്നവരുടെ തിരക്ക്. പെരുമ്പാവൂർ, കാലടി എന്നിവിടങ്ങളിലെ പ്ലൈവുഡ്, അരി വ്യാപാരികൾ, മൂവാറ്റുപുഴയിലെ പൈനാപ്പിൾ കർഷകർ, ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരികൾ എന്നിവരെല്ലാം ശബരിപാതയിൽ പുതിയ പ്രതീക്ഷകൾ കണ്ടവരാണ്. ശബരിപാത എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. പദ്ധതി വിഭാവനം ചെയ്ത കാലത്തേക്കാൾ കോടാനുകോടി രൂപയാകും ഇനിയത് പ്രാവർത്തികമാക്കാൻ. പരസ്പരമുള്ള പഴിചാരലുകൾ, ആരാണ് ഇതിനുത്തരവാദി എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു ഉത്തരവുമാകില്ല. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18, കൊച്ചി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൌൺസിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വൈകുന്നു. കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്ത കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയിട്ട് 1 മാസമായി. ഇപ്പോഴും ആരോപണ വിധേയർ തൽസ്ഥാനങ്ങളിൽ തുടരുകയാണ്. ഇവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതായാണ് ആക്ഷേപം. തൃശൂർ ജില്ലയിലെ തൊട്ടിപ്പാളിലെ സ്വാശ്രയ കർഷക സമിതിയുടെ പേരിൽ വ്യാജ വൗച്ചറുകളും ബില്ലുകളുമുണ്ടാക്കി വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഉദ്യോഗസ്ഥർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നവംബർ 16-ാം തീയതി ഉത്തരവിറക്കിയത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലാ VFPCK ഡെപ്യൂട്ടി മാനേജർ ബബിതയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അടിയന്തര നടപടി സ്വീകരിക്കാനായിരുന്നു നിർദ്ദേശം. വിജിലൻസ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ VFPCK ആസ്ഥാനത്തും അനുബന്ധ സ്ഥാപനങ്ങളിലും വർഷങ്ങളായി തുടർച്ചയായി ജോലി ചെയ്തു വരുന്ന ഡെപ്യൂട്ടി മാനേജർ ഇൻചാർജ് ജോജി കെ മാത്യൂസ്, കൃഷി ബിസിനസ് കേന്ദ്ര ഡെപ്യൂട്ടി മാനേജർ സുനിൽ പോൾ, മാനേജർ ഇൻചാർജ് TS പ്രവീൺ തുടങ്ങിയവരെ VFPCKയുടെ മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റാനും ഉത്തരവിൽ പരാമർശമുണ്ടായിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവുകൾ ലംഘിച്ചതിന് പുറമെ ടെൻഡർ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ VFPCK ഡെപ്യൂട്ടി മാനേജർ അനിൽകുമാറിനെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. ഉത്തരവിറങ്ങി 1 മാസം പിന്നിടുമ്പോഴും ആരോപണ വിധേയർ തൽസ്ഥാനങ്ങളിൽ തുടരുന്നത് രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്നാണെന്ന ആരോപണമാണ് ഉയരുന്നത്. അതേസമയം ഇവർക്കെതിരെ നടപടി ഉടനുണ്ടാകുമെന്നാണ് VFPCK ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം. ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് വടകര കരിമ്പനപാലത്ത് വൻ തീപിടുത്തം. B2 ഹോംസ് ഹാർഡ്വെയർസ് ലോക്സ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. വഴിയാത്രക്കാരാണ് കടയിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. 3 നിലയുള്ള കെട്ടിടത്തിന്റെ 1-ാം നില പൂർണ്ണമായി കത്തിയമർന്നു. 30 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി മനുഷ്യച്ചങ്ങല. വൈപ്പിൻ മുതൽ മുനമ്പം വരെ 27 കിലോമീറ്റർ ദൂരമാണ് മനുഷ്യച്ചങ്ങല നിർമ്മിക്കുക. ജനുവരി 5 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് മനുഷ്യച്ചങ്ങല. വാരാപ്പുഴ അതിരൂപതയിലെയും കോട്ടപ്പുറം രൂപതയിലെയും വൈദികരും വിശ്വാസികളും പങ്കെടുക്കും. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല. മുനമ്പത്തേത് മനുഷ്യാവകാശ ലംഘനമെന്ന് വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടണം. കമ്മീഷനെ നിയമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുറമേയുള്ള മധ്യസ്ഥതയ്ക്ക് സാധ്യത കാണുന്നില്ല എന്നും ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. വൈദ്യുതി കട്ടാകുന്ന സമയവും കണക്കും കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു മെഷീൻ കണ്ടെത്തിയിരിക്കുകയാണ് രഞ്ജിത്ത് തലവൂർ. കൊല്ലം കൊട്ടാരക്കര തലവൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായ ഇദ്ദേഹം KSEBിയിൽ ബില്ലടയ്ക്കാൻ നാണയത്തുട്ടുകൾ നൽകി പണി കൊടുത്തത് ഏറെ ചർച്ചയായിരുന്നു. ഇതിനെ തുടർന്ന് KSEB പ്രദേശത്തെ വൈദ്യുതി കട്ട് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പറഞ്ഞ രഞ്ജിത്ത് നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് S വിനീഷിന്റെ റിപ്പോർട്ടിലോട്ട്.
വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഗ്രാമങ്ങളിലടക്കം വൈദ്യുതി കട്ടാവുന്നതിന്, അതായത് കറണ്ട് കട്ടാവുന്നതിന് യാതൊരു കുറവുമില്ല. നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്താണ്. ഈ നാണയത്തുട്ടുകൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായി നൽകി സോഷ്യൽ മീഡിയ അടക്കം വലിയ രീതിയിൽ സ്വീകാര്യതയൊക്കെ കിട്ടിയ ഒരു ആളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വാർഡിലടക്കം നിരവധി തവണ കറണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശം വരെ അദ്ദേഹം ഈ അടുത്ത സമയത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ചോദിച്ചറിയാം വിശദാംശങ്ങൾ. എന്താണ് നിങ്ങൾ ഇപ്പോൾ ഒരു വിവരാവകാശം ഒക്കെ എടുക്കാനുള്ള സാഹചര്യം? നമസ്കാരം. വിവരാവകാശം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ചില്ലറ കൊടുക്കുന്നതിന് മുമ്പ് പവർ കട്ട് ഭയങ്കരമായിട്ട് രൂക്ഷമായിരുന്നു. അറിയാലോ, അന്ന് ഞാൻ പറഞ്ഞതാണ് ഒരു ദിവസം 50 തവണ വരെ പവർ കട്ട് ആയിട്ട് ഞാൻ എണ്ണിയ വ്യക്തിയാണ് രാത്രിയിൽ. അപ്പോൾ അന്ന് പിന്നെ ചാനൽ വഴിയൊക്കെ പറഞ്ഞപ്പോഴും പലരും കമന്റ് ഇട്ടു 50 തവണയും പോയില്ല, ഞാൻ പറയുന്നത് കള്ളമാണ് എന്നൊക്കെയുള്ള കാര്യം. അതിനുശേഷം ഞാനിപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ നോട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ വീട്ടിലുള്ള സമയത്ത് കറണ്ട് പോകുന്നത് അപ്പോഴേ ഇതുപോലെ എഴുതി വെക്കും, ഡേറ്റും കറണ്ട് കട്ടായ സമയവും കറണ്ട് വരുന്ന സമയം. സെപ്റ്റംബർ 24-ാം തീയതി മുതൽ നവംബർ 24-ാം തീയതി വരെയുള്ള 2 മാസത്തെ ഈ തലൂർ ഗ്രാമപഞ്ചായത്ത് ചുണ്ടമല ട്രാൻസ്ഫോമറിൻ്റെ കീഴിലെ വൈദ്യുതി കട്ടാവുന്നതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചുകൊണ്ട്, അപ്പം അതാ ഈ 2 മാസത്തെ കാലയളവിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സമയങ്ങളിൽ എത്ര സമയം വൈദ്യുതി വിതരണം നിലച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിവരാവകാശം KCB ഓഫീസിൽ കൊടുത്തു, പട്ടാഴി ഓഫീസിൽ. അപ്പം അതിൽ പ്രകാരം എനിക്ക് ഇന്നലെ ഇതിന് മറുപടി കിട്ടി. KCB ഓഫീസിൽ നിന്നും കിട്ടിയ മറുപടിയാണ് ഇത്. അപ്പോൾ ഞാൻ ഈ മറുപടിയും ഇതിൽ ഫുള്ള് ഡീറ്റെയിൽ കണ്ടില്ലേ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഇപ്പോൾ ബാക്കിൽ ഉണ്ട്. അപ്പോൾ ഇതും ഞാൻ ഈ നോട്ട് ചെയ്തതുമായിട്ട് നോക്കി. അപ്പോൾ എനിക്കറിയാമല്ലോ, കൃത്യമായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കറണ്ട് കട്ടായിരിക്കുന്നത്. അപ്പം ഇവർ തന്നിരിക്കുന്നത് 100-ൽ 10% പോലും കട്ടായത് ഇവർ തന്നിട്ടില്ല. ഇത് നോക്ക് എത്ര തവണയാണ് കട്ടായിരിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 3/11/2024 ഞായറാഴ്ചയായിരുന്നു. അന്ന് കുറച്ച് കൂടുതൽ സമയം വീട്ടിലുണ്ടായിരുന്നു ഞാൻ. ആ സമയത്ത് 15 തവണ കട്ട് ചെയ്താണ് ഈ നോട്ട് ചെയ്തിരുന്നത്. അത് 15 അല്ല, അന്ന് 25 തവണ കൂടുതൽ കട്ടായിട്ടുണ്ട്. പക്ഷേ പകൽ സമയം, പകലും രാത്രിയും എല്ലാം കൂടെ ആയിരുന്നു മൊത്തത്തിൽ. പക്ഷേ ഞാൻ ഇവിടെ നോട്ട് ചെയ്തത് 15 സമയം തന്നെയാണ്. അതേ സ്ഥാനത്ത് ഇവര് വിവരാവകാശത്തിൽ തന്നിരിക്കുന്നുണ്ടോ 3/11/2024 17:18 മുതൽ 17:37 വരെ എന്ന് വെച്ചാൽ വൈകുന്നേരം 5:18 മുതൽ വൈകുന്നേരം 5:37 വരെ 19 മിനിറ്റ് മാത്രമേ കട്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ വിവരാവകാശം തരി. ഒരു പൗരന് വിവരാവകാശം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഓഫീസിൽ നിന്നാണ് എങ്കിലും അത് കൃത്യമായ രേഖയായിരിക്കണം അത് കൊടുക്കേണ്ടുന്നത്. അപ്പം ഇത് കൃത്യമായിട്ടല്ല നമുക്ക് ഈ വിവരാവകാശം തന്നിരിക്കുന്നത്. ഇതിന്റെ വീണ്ടും അപ്പീൽ കൊടുക്കുന്നതായിരിക്കും ഞാൻ. മെമ്പറെ സ്വാഭാവികമായിട്ട് ഇതിപ്പോ കാണുമ്പോൾ നമുക്കിപ്പോ മെമ്പർ ഇനി അപ്പീൽ പോകുന്നു പറഞ്ഞല്ലോ, ഈ എഴുതി വെച്ചത് കൃത്യമാവണമെന്നുണ്ടോ? നമ്മൾ അത് എങ്ങനെയായിരിക്കും നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? ശരിക്കും ഒരു മിഷൻ ഉണ്ടോ എന്ന് നോക്കി, എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടോ എന്ന് നോക്കി നമ്മൾ മാർക്കറ്റിലും പലയിടത്തും അന്വേഷിച്ചു, പിന്നെ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തു. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പവർ കട്ടായി കഴിഞ്ഞാൽ എത്ര സമയം ഈ ഡേറ്റ് അനുസരിച്ച് അറിയാമോ എന്നുള്ളത്. പിന്നെ അങ്ങനെ ഞാൻ അന്നൊക്കെ 1 വർഷം കൊണ്ട് ഇതിൻ്റെ പുറയിലാണ്. പിന്നെ തോന്നി ഇതെങ്ങൊന്നും കിട്ടത്തില്ലല്ലോ, അപ്പം സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കുത്തിയിട്ടിരുന്നാൽ മതി. അപ്പം കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് എപ്പോഴും കറണ്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് പോകുന്ന ഡേറ്റ്, പിന്നെ മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് ഏത് സമയത്ത് പോയി, അതുപോലെ വന്നതും അതിനകത്ത് മെൻഷൻ ചെയ്ത് കാണിക്കും. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് വോൾട്ടേജിൻ്റെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. അങ്ങനൊരു ഡിവൈസാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇന്നലെ മുതലാണ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞായാലും ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം നോക്കുകയാണെങ്കിലും ഈ ഡേറ്റിലും ഏത് ഡേറ്റിലായാലും ഏതൊക്കെ സമയം കറണ്ട് കട്ടായി, എത്ര മണിക്കൂർ കട്ടായി, 550 തവണ, 1000 തവണ, അല്ലെങ്കിൽ 2500 തവണ, അങ്ങനെ ആ സമയത്ത് നമുക്ക് ഏത് ഡേറ്റിൽ ഏത് സമയത്താണ് എന്ന് ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാം. സ്റ്റോർ ആവാനുള്ള സംവിധാനമുണ്ട്. അത് സ്റ്റോർ ആവാനുള്ള സംവിധാനമുണ്ട്. ഇതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ട്. ആ മെമ്മറി കാർഡിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ ഫുൾ എടുക്കാം. ഈ കട്ടായതിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ്റെ എല്ലാം ഡേറ്റ എടുക്കാൻ സാധിക്കും. ഇല്ല, ഇതിന് പേര് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, എനിക്ക് വേണ്ടിയല്ല. ഈ ഫൈറ്റെല്ലാം നടത്തുന്നത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം ഇത് പേര് ഇടേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു നല്ല പേര് നിർദ്ദേശിക്കുക. അതിൽ ഏറ്റവും നല്ല പേര് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ പേര് തന്നെയായിരിക്കും എൻ്റെ ഈ ഡിവൈസിന് ഇടുക. അപ്പോൾ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇനി കൃത്യമായി അത് രേഖപ്പെടുത്തുന്ന ഒരു മെഷീനാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്.
ശരിക്കും ഇത് വലിയൊരു നിയമപോരാട്ടത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചി കാക്കനാട് കണ്ടെത്തിയ വ്യാജ ബോംബ് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവം ഗുരുതര സ്വഭാവമുള്ളതാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇന്നലെ രാത്രിയാണ് കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമുള്ള ഇവിടുത്തെ ഒരു ഹോട്ടലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ഹെൽമറ്റ് കാണുന്നത്. ഈ ഹെൽമറ്റ് വെച്ചിരുന്നത് ഒരു സ്കൂട്ടറിലായിരുന്നു. ആ സ്കൂട്ടർ യാത്രേൻ്റേതായിരുന്നില്ല. ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾ സ്കൂട്ടർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റേതല്ല ഹെൽമറ്റ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഇവിടെ ഏൽപ്പിച്ചു. ഹെൽമറ്റിനകത്ത് ഒരു പൊതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബീപ്പ് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ എടുത്തു നോക്കിയപ്പോൾ അതൊരു ബീപ്പ് ശബ്ദത്തോടുകൂടി അത് ബീപ്പ് ശബ്ദം മുഴക്കുന്ന ചെറിയ ലൈറ്റുകൾ കത്തുന്ന രീതിയിലുള്ളതായിരുന്നു. ഉടനെ അവരത് പോലീസിനെ അറിയിച്ചു. അപ്പോൾ എന്തോ ഒരു ഇലക്ട്രോണിക് സംവിധാനം, ബോംബ് എന്ന് തോന്നാവുന്ന രീതിയിൽ, സംശയിക്കാവുന്ന രീതിയിലുള്ള സംവിധാനം പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് ബോംബ് സ്ക്വാഡിനെയൊക്കെ വന്ന് അത് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ഇലക്ട്രോണിക് സെറ്റിങ്സ് മാത്രമാണ്, ഇത് ഒരു പ്രഷർ സ്വിച്ച് കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു സംവിധാനമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കാനായിട്ട് ആരോ ചെയ്തതായിട്ടാണ് പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് CCTVയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു മേഖലയിൽ കൊണ്ടുവച്ച മേഖലയിലില്ല. അപ്പോൾ ഇതെല്ലാം നിരീക്ഷിച്ച ശേഷമാണ് ഇവിടേക്ക് ഇത് കൊണ്ടുവന്ന് വെച്ചത്. ഇത് ഏത് രീതിയിലുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന വ്യക്തമായും വേണമെന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കം പോവുകയാണ്. ജീവനക്കാരടക്കം ചോദ്യം ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാക്കനാട് നിന്ന് ക്യാമറമാൻ പ്രശാന്തിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. പത്തനംതിട്ടയിൽ മോഷണക്കേസിൽ ആളുമാറി ക്ഷേത്രം പൂജാരി കസ്റ്റഡിയിലെടുത്ത പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ രംഗത്ത്. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കെ ശാന്തി വിഷ്ണുവിനെയാണ് കൊല്ലം ഇരവിപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിലെ വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ടാണ് ആളുമാറിയുള്ള കസ്റ്റഡി. അബദ്ധം പറ്റിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ ഭക്തജന തിരക്കിലേക്ക് ശബരിമല കടക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിവരെ മാത്രം 51,818 ഭക്തർ മല കയറി. ഉച്ചവരെയുള്ള ഏറ്റവും വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. ഇന്നലെ 96,007 ഭക്തർ ദർശനം നടത്തിയിരുന്നു. ഇതും ഈ സീസണിലെ റെക്കോർഡാണ്. സ്പോട്ട് ബുക്കിംഗ് വഴി ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തിയതും ഇന്നലെയാണ്. 22,121 ഭക്തരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തെത്തിയത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. 10ാമത് പ്രസിഡന്റ്സ് ട്രോഫി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജലോത്സവം നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ അഷ്ടമുടി കായലിലാണ് വള്ളംകളി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. 3 ട്രാക്കിലായി 9 ചുണ്ടൻ വള്ളങ്ങളും 10 ചെറുവള്ളങ്ങളുമാണ് പങ്കെടുക്കുന്നത്. തേവള്ളി കൊട്ടാരത്തിന് സമീപത്ത് നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ KSRTC ബസ് സ്റ്റാൻഡ് സമീപത്തെ ബോട്ട് ജെട്ടി വരെയാണ് മത്സരം. ത്രസിപ്പിക്കുന്ന കാഴ്ചയും പുത്തൻ കഥയുമായി ചിക്കു വണ്ടർലയിൽ. പ്രമുഖ CGI റൈഡ് റയോണാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു വൈൽഡ് റൈഡ് ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ വണ്ടർലയുടെ 4 അമ്യൂസ്മെന്റ് പാർക്കുകളിലും റൈഡ് ആസ്വദിക്കാനാകും. ആധുനിക സ്കൈറ്റ് ബോർഡിൽ അറിയാതെ കയറിപ്പോയ ചിക്കുവും സുഹൃത്തും അവരുടെ ത്രസിപ്പിക്കുന്ന യാത്രയുമാണ് അഡ്വഞ്ചേഴ്സ് ചിക്കു റൈഡിൽ ഉള്ളത്. പ്രമുഖ CGI സ്റ്റുഡിയോ റൈഡ് റയോണാണ് ചിക്കുവിന്റെ പുതിയ കഥയ്ക്കും കാഴ്ചയ്ക്കും പിന്നിൽ. ലോകോത്തരമായ കാഴ്ചാനുഭവം നൽകുകയാണ് ലക്ഷ്യമെന്ന് വണ്ടർല ഹോളിഡേസ് ലിമിറ്റഡ് MD അരുൺ കെ ചിറ്റിലപ്പള്ളി പറഞ്ഞു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പരിപാടികളും വണ്ടർലയിൽ ഒരുക്കിയിട്ടുണ്ട്. കലാഭവൻ മണി ദൃശ്യമാധ്യമ പുരസ്കാരം ന്യൂസ് 18. ഭവ്യ പാർവതിയാണ് മികച്ച വാർത്താവതാരക. ന്യൂസ് 18 സംപ്രേഷണം ചെയ്യുന്ന ക്രൈം പ്രോഗ്രാമായ പോലീസ് പെട്രോളിന്റെ അവതാരകൻ ടോം കുര്യാക്കോസും അവാർഡിന് അർഹനായി. മികച്ച അഭിമുഖ പരിപാടിയായി അപർണ കുറുപ്പ് അവതരിപ്പിക്കുന്ന Q18 തെരഞ്ഞെടുക്കപ്പെട്ടു. ജനുവരി 1 കലാഭവൻ മണിയുടെ 54ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങലിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,030, പവൻ 56,240. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,815, പവന് 46,520. വെള്ളി ഗ്രാമിന് 94, കിലോയ്ക്ക് 94,000.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. പൂർണ്ണമാകുന്നു സകലമാന കേരളം. നമസ്കാരം. MT വാസുദേവൻ